മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി. നമസ്കാരം സതീഷ്. സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? വിജയരാഘവൻ. മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ. ഓക്കെ. 3 നേരം കൊന്നെത്തിച്ച് പള്ളിമേടിന്റെ കാലയത്തിലാണെങ്കിലേ നിനക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകണ്ഠന പടുമരത്തെ കത്തി തേപ്പിക്കും. നടയച്ച കൊല്ലണ്ട. താങ്ക് യു. അടുത്തായിട്ട് വടിവേലു. തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലു. വേണ അഴുതുടു റോമ്പ വലിക്കുന്നത് അമ്മ. സൂപ്പർ. അടുത്തായിട്ട് കലാശാല ബാബു. മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ കലാശാല ബാബു. ജോസേ പാട്ടി തേണ്ടി കടവറ മോനെ നിനക്ക് എത്ര നീണ്ടാ? 1 ലക്ഷമില്ല, 10 ലക്ഷം പലിശയും അതിൻ്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാക്കും. എൻ്റെ അടുത്ത കളി വളരെ നന്നായി. അടുത്തായിട്ട് കൊച്ചുപ്രേമൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ കൊച്ചുപ്രേമൻ. അയ്യാ, എനിക്ക് പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ഏക്കറിൻ്റെ കള്ളും പൊറിയും കോഴിയും പേടിക്കാൻ ജപ്പിലെന്ന കഴിയിടൂ. ഈടോ മദ്രാശി വിളിക്കിട്ടു, ഈടോ പെണ്ണിനെ വിളിക്ക്. തൊട്ടില്ല തൊട്ടോ. അയ്യാ, ഞാൻ ഇത് കൂത്താട്ടുകളല്ല. കൂത്താട്ടുകുളത്തുള്ളതാണോ? എന്താ വന്നത്? സുഖു എന്താ വന്നത്? മിമിക്രി ആണല്ലോ സതീഷ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുറ്റു മിമിക്രിയില്ല. ഞാൻ മറ്റേ ട്രെയിനിന്റെ സൗണ്ട്. ട്രെയിനിന്റെ ശബ്ദമൊക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ? എന്റെ ഏട്ടാ ഒന്ന് കേട്ടു നോക്കിയാ ട്രെയിനിന്റെ ശബ്ദം. ഓക്കെ, സുഖു കൂത്താട്ടുകുളം ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കണം. നോക്കാം. കയ്യാ പിടിക്കുന്നത്. മതി. ഇതൊക്കെ സാധാരണ കൊച്ചു പിള്ളേര് അവതരിപ്പിക്കുന്ന സാധനമാണ്. അല്ല, ഇതിന് വെറൈറ്റി ഉണ്ടായിരുന്നു. ട്രെയിനിന്റെ വെറൈറ്റി എന്താ? ഈ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. പ്രിയമുള്ളവരെ, ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്ന് വരെ എടുക്കാത്ത ഒരു ശബ്ദമാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നു. അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. ഭഗവാനെ രക്ഷിക്കണേ. വേറെയുണ്ട്. വേറെന്താ? കുതിരയോ? മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാൻ ആദ്യം കുതിര എടുത്ത് നോക്കാം. ഓക്കെ, പല്ലൊക്കെ താഴെ പോകും. ഇതാണോ കുതിര? വെറൈറ്റി ഉണ്ട്. കുതിരയുടെ വെറൈറ്റി എന്താണത്? ഈ കുതിര ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. പ്രിയമുള്ളവരെ, കുതിര ഗുഹയ്ക്കകത്തൂടി പോകുന്നത് ആരും അവതരിപ്പിച്ചിട്ടില്ല. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കുതിര ഗുഹയ്ക്കകത്തൂടി പോകുന്നു. അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. ഓക്കെ. സതീഷ്, അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത്? ടി.എസ്. രാജു. ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് മുതലാളിയെ അവതരിപ്പിച്ച ടി.എസ്. രാജു. വിലാസനെ നീയാണ് എൻ്റെ പോക്കറ്റിൽ പീടിയെടുത്തത്. സത്യമേ പറയാവോ ബാബു? ഷോ മസ്റ്റ് ഗോ. ഓക്കെ, നന്നായി. അടുത്തതായിട്ട് കമലഹാസൻ. ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം കമലഹാസൻ. மனக்கு நாடு பை மனக்கு காடு பை மனக்கு கூடு பை மனக்கு குளம் பை மனக்கு நன்று கண்டாலும் பை மனக்கு பிச்சு என்று கண்டாலும் பை மனக்கு கடிக்கிற நாயும் பூனை என்று இழையும் பை மனக்கு. சில வேலை வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா? அதுக்கு அந்த 10,000 ரூபா தேவை. என் உலகத்தில் சக்தியம் நீடி நாயம். ஏன்னா எனக்கு நாடு இல்லை, நாடு இல்லை. சொந்த புள்ளவளை கொலைச்சி பண்ணி அப்படியல்ல நீ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്തായിട്ട് വിവേക്. തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா, இங்கப்பா கருப்பா. கருப்பு என்ன வார்த்தை கேட்டால் தமிழ்நாடு கூந்தலிக்கும். ராமன் கருப்பு, லட்சுமண கருப்பு. அம்பஹம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார், കാക്ക ബിരിയാണിയാ? കക്കവാ. സൂപ്പർ. അടുത്തതായിട്ട് ഞാനൊരു നടനെ. താൻ ഏത് നടനെ ചെയ്യാൻ പോണത്?
അതിത്ര ചിരിക്കാൻ എന്തുള്ളത്? ഒന്ന് കേട്ടോ നോക്കെ. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ കഥാ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവയിലുപരി നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നു സുഗു കൂത്താട്ടുകുളം. എടാ, എനിക്ക് തൃപ്തിയാണ് കൂട്ടാ. എടാ, എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ ധരണം മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലടാ. എടാ, എനിക്കിന്ന് സിനിമയില്ല, എനിക്ക് സീരിയലില്ല, എനിക്കിപ്പോൾ ഒന്നുമില്ല. എന്നെ എല്ലാവരും മറന്നു കൂട്ടാ. ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ല. ഇതിന്റെ വെറൈറ്റി ഉണ്ട്. ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി, വെടിക്കെട്ട് വെറൈറ്റി. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി അവതരിപ്പിച്ചിട്ടില്ല. എന്താ ഈ വെറൈറ്റി? പുള്ളിക്ക് സിനിമാ സീരിയൽ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പുള്ളിയെ ഒരു ഗുഹയ്ക്കകത്ത് വിടട്ടെ. അടുത്താണ് സതീഷ് വിജയ്, തമിഴ് സിനിമയുടെ ചിന്ന தளபதி விஜய். லேவ்ன்றது காலேஜ் லைப்ரரி படிக்கிற புக்கு மாதிரி அது யாருக்கு வேணா படிக்கிறான். இது கிள்ளனத்தை பற்றி எங்கள் வீட்டிற்கு தெரியலடா. ஏன் வைக்கிறேன்? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சாரா வேட்டி സൂപ്പർ. അടുത്തായിട്ട് ஐப்ப பேச்சு. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ അയ്യപ്പ ബൈജു പുന്നപ്ര പ്രശാന്ത്. വഴിയരികിലും പതിതലായി ചീറ്റ് നിൽക്കും ബൈജു, അടികിട്ടിയാലോട് കുള്ളി കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം മിസ് ബൈജു. എൻ്റെ പേര് ബൈജു കേട്ടോ. എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, ഡെയിലി ഞാനടിക്കും. കൊച്ചു പയ്യന കേട്ടോ. ഓക്കെ, അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിക്ക് സജീവ് അങ്കമാലി. കണ്ടം സെല്ലി കിടക്കുന്ന ലൈലപ്പണ്ണ അതിനൾക്ക് വീട് എത്തിച്ചു കൊടുക്കല്. ഞാനും വയ്യാനും വലിയ അമ്പും പിന്നെ കണമ്പും കണ്ണാനും കൂടിയ അതൊരു സൂത്രപ്പണിയ. ഓട്ടുവിൽ വാർത്ത മണം പിടിച്ച് കള്ളി കടിച്ചെത്തായപ്പോ 3 പേർക്കും പച്ചവെള്ളം കൊടുക്കണ്ടെന്ന് സായിപ്പിൻ്റെ കൽപ്പന. ബാക്കി ശിക്ഷ കോയമ്പത്തൂര. അപ്പൻ്റെ പെൻഷൻ്റെ കാര്യം. താങ്ക് യു സജീവ്, താങ്ക് യു. അടുത്തതായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത്? ജാഫർ. 8 സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖയെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി. പടച്ചോനെ, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടാ ഞാനിവിടെ വന്നു നോക്കണേ. എന്നാ ഓറഞ്ച് 2 10 30 ഓറഞ്ചോ ഇരിക്കുന്ന പ്രാകാടോ. മാറി പോയി അമ്മത്തെ തലയിലെ പോകണില്ല. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി. രാജാ, പരിപാടി തുടങ്ങണ്ടേ? നീ ഇവിടെ പിരിച്ചോണ്ട് കളിച്ചോണ്ട് നിൽക്കുവാണോ? ലൈറ്റിന്റെ പണി കഴിഞ്ഞാ? എന്റെ ആശാനെ 3 ലൈറ്റിന്റെ പണി തരും. നേരം വല്ല ഞാൻ ചോദിച്ചാ എടാ ചെക്ക് ചെയ്തോന്ന്. ചെക്ക് ചെയ്തല്ലോ. എന്നിട്ടോ ഗീത അവിടെ തുണി മാറുന്നു, സീത തുണി മാറാൻ ശ്രമിക്കുന്നു, കുമാരി തുണി മാറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റാൻ വെച്ചിരും. എടാ പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിൽ ചെന്ന് മുട്ടയിട്ട് നോക്കാനാണോ പറഞ്ഞത്? എടാ ലൈറ്റ് അടിച്ച് നോക്കാൻ. ഇപ്പൊ അടിച്ച് നോക്കാലോ. പെട്ടെന്ന് ആട്ടെ. ഞാൻ കൊല്ലും ഞാൻ. എന്നെ ആശാനെ. എടാ നിന്റെ ഈ ലാമ്പെടുത്ത് തെളിച്ച് നോക്കാനാണോ പറഞ്ഞത്? പിന്നെ എടേ കെട്ടി നോക്കിയേക്കണം. ഹോണ്ടാലസും കാലിനൊക്കെ സമയത്ത് തെളിയോന്ന് വെച്ചാൽ മനസ്സിലായോ? ആശാൻ അങ്ങനെ പറയുന്നു. രാജൻ കെട്ടിയ ലൈറ്റ് ഇന്ന് വരെ ഏതെങ്കിലും സ്റ്റേജ് തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആ രീതിയിൽ സംസാരിക്കുന്നു. ആശാൻ ബാള് തുടങ്ങി ലൈറ്റ് എന്നെ വിട്ടേക്കൂ. ഉറപ്പാണ്. ഉറപ്പാണ്. എന്നാ പിന്നെ തുടങ്ങാം. പരിപാടി തുടങ്ങാം.
ആശാൻ ഈ കണ്ണാടി നോക്കി എന്ത് കോപ്രായം കാണിക്കോ? ബാല തുടങ്ങണ്ടേ? ഓപ്രായ എടാ, ഞാൻ മുഖത്ത് ബാബാവിനെ മറിച്ച് പഠിക്കുമല്ലേ? അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നീ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ചെയ്യാൻ എനിക്ക് കണ്ണാടി ഉണ്ടോ? ഇവിടെ 25 ബാലയായില്ലാണ്, സ്വന്തമായിട്ടൊരു കണ്ണാടി എങ്കിലും മേടിക്കും. 25 ബാല കളിച്ചെന്നുള്ള ശരിയാ. നിങ്ങൾ ഇതുവരെ എനിക്ക് 25 രൂപ തികച്ചു തന്നിട്ടുണ്ടോ? സുഭാഷ്, നീ കണ്ണാടി പിടിച്ച് എച്ചിക്കണക്ക് പറയത് കേട്ടാ, കൊണ്ടുപോകും. തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആശാനെ വേറെ പ്രശ്നമുണ്ട് ആശാനെ. നീ പ്രശ്നം പറയാനല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ഈ സമിതി വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല ആശാനെ, ഹനുമാന്റെ വേഷം ചെയ്ത് സുലൈമാൻ ഇതുവരെ വന്നില്ലെന്ന്. ഇവിടെ അവന്റെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ താമസിച്ചു വരും. രാജ ആ സുലൈമാൻ വന്നില്ല. ഇതൊന്നും നമ്മളോട് പറയണ്ട, നമ്മൾ ലൈറ്റിന്റെ ആളാണേ. ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ വിളിക്കണോ? വിളിക്ക്. എപ്പോഴും ഞാൻ തന്നെ വിളിക്കണം. എന്നാവട്ടെ, സമയം പോണെന്ന്. ഹലോ, എടാ സുലൈമാനെ, നീ എവിടെയാണ്? ആശാനെ അവൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നോളൂ. എന്റെ പൊന്ന് സുഭാഷേ, അവൻ പണി കഴിഞ്ഞ് വന്നെങ്കിൽ കുഴപ്പമില്ല, കുളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാം. അതന്നെ ആശാനെ. ഇവിടെ കഴിഞ്ഞ സ്റ്റേജിൽ ഹനുമാന്റെ നെഞ്ചത്ത് സിമെന്റിൽ നിന്നും പറഞ്ഞ് എന്ത് പോവായിരുന്നു. സുലൈമാനെ, നീ കുളിച്ചിട്ട് വന്നാ മതി. ഹനുമാന്റെ ഫുൾ സെറ്റപ്പിൽ പോരാ. വേഷം കെട്ടി പോരും, വേഷം കെട്ടി കെട്ടി പോരും. അതെ. ആപ്പിളിന്റെ മൂട് പോലെ ഇങ്ങനെ സാധനം എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് പോരും. പെട്ടെന്ന് പോരെ. ഓക്കെ ആശാനെ, അവനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അവൻ വരികയല്ലേ? അതല്ലെന്ന്, അവനെ നോക്കണ്ട, നമ്മോട് തുടങ്ങിക്കോളാൻ, അവൻ എത്തിക്കോളാന്ന് പറഞ്ഞു. എത്തിക്കോളാം. ഓക്കെ അല്ല? അപ്പൊ രാജ തുടങ്ങാം. എന്താ സോഡ ഉണ്ടോ? സോഡ എന്ത് തുടങ്ങാൻ? ഇത് തുടങ്ങണ കാര്യമാണോ പറഞ്ഞത്? പിന്നെ ഇവിടെ പരിപാടി തുടങ്ങണ കാര്യമാണ് പറഞ്ഞത്. എന്റെ ശശി, നീ സമിതിയുടെ ഡ്രൈവറല്ലേ? അതെ. നാളെ കാസർഗോഡ് പരിപാടി ഉള്ളതാ. നീ വെള്ളം അടിച്ച് നാമട്ടത്ത് അടിച്ചുകൊണ്ട് കോഴിക്കോട് നടന്നാല 17 മണിക്കൂർ വണ്ടി ഓടിക്കണ നാളെ, മനസ്സിലായോ? എന്റെ ആശാന, നാളെ കാസർഗോഡല്ലേ പരിപാടി? ഇവിടുന്ന് ഒരു 17 മണിക്കൂർ ഓട്ടം ഉണ്ടല്ലോ. നമുക്ക് ആ ഓട്ടത്തിൽ കിടന്നുറങ്ങിയാ പോരെ? ഇവിടെ പോയി കിടന്നുറങ്ങണ കുഞ്ഞ്. എടാ സുഭാഷ്, നീ ഇങ്ങോട്ട് വന്നേ. നീ ആ കമ്മിറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ? ചോദിച്ചല്ലോ. കമ്മിറ്റിക്കാരന് ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ രാജോ ഇന്നും പട്ടിണി. പോയി കിടന്നുറങ്ങണ. അവൻ പോട്ടാ. സുഭാഷ്, കാശിന്റെ കാര്യം ചോദിച്ചു. കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചാശാനെ. കാശിന്റെ കാര്യം ചോദിച്ചപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇന്റർവ്യൂവിൽ സമയത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജോ ഇന്നും പൈസ ഇല്ലടാ. ഇവനൊക്കെ ആരാണ് ഈ സമിതിയിൽ കൊണ്ടുവന്നത്? അപ്പൊ പരിപാടി തുടങ്ങാം. എല്ലാരും വിളി. വിളിച്ചു. എന്താണ് പരിപാടി? തിരികെ എത്തിക്കണ്ടേ, അതിന് വിളിച്ചതാ. ഇങ്ങനെ പോയാൽ നിന്റെ തലക്കെട്ട് 2 തിരികെ എത്തിച്ചു ചോദിക്കേണ്ടി വരും. നീ ചെയ്യണ പണി ചെയ്യടാ. കൈവിളി. നമ്മുടെ 26ാമത്തെ സ്റ്റേജാണിത്. 25 സ്റ്റേജിൽ നമ്മൾ ഓടി. ഇന്നും വലിയ വ്യത്യാസമൊന്നും വലിയ ഓടേണ്ടി വരും. ഒരു കാര്യം, ഓടുമ്പോ ആരും പടിഞ്ഞോട്ട് ഓടരുത്. അതെന്താ ആശാനെ? പടിഞ്ഞാപ്പുറ കടലല്ലേ? ഡ്രൈവറാ ഞാൻ. ആശാനെ ഇവൻ ലൈറ്റുകാരനൊന്നും കടലിനറിയാൻ മേലെ, മുങ്ങി ചത്തു പോകും കേട്ടാ. പിന്നെ ഒരു കാര്യം, നീ ഇങ്ങോട്ട് വന്നേ. ആകപ്പാട് ഈ സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാൾ നീയാണ്. അതുകൊണ്ട് ഈ കമ്മിറ്റിക്കാർ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും നുലാത്തിക്കണം. കേട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ചോദിച്ചോ. അല്ല ബാലയുടെ കണ്ണും കാലും കാണിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു സംശയം ആശാനെ. നീ ആരാണെന്ന് ഞാനും നോക്കട്ടെ. അതെ, ഈ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ എൻ്റെ. എടാ, ആദ്യം നീ ഇന്റർവെല്ലിൽ വരെ ഇതൊന്ന് എത്തിക്കാൻ നോക്കും. നീ ഞാൻ നരസിംഹമായിട്ട് കയറാനല്ലേ ഇന്റർവ്യൂ. നിന്നോട് ഞാനൊരു കാര്യം പറയും. നിന്റെ തൂണെന്ന് പറഞ്ഞാൽ 3ാമത്തെ തൂണ. 3ാമത്തെ ഇത് 1 2 3. അത് 3. അപ്പൊ അവിടുന്ന് ഈ 3ആണോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള 3ആണോ? അടുത്ത് നിൽക്കുന്ന കഴിഞ്ഞ സ്റ്റേജിൽ നീ തൂണ് മാറി എന്നിട്ട് 7 തൂണാ ഞാൻ കുത്തിക്കീറി. മനസ്സിലായില്ല? ഞാനല്ലോ തൂണ് മാറി ഇന്ന് ഞാൻ കുത്തിക്കീറി. എന്നാ ആശാനെ പോവാ. ഓക്കെ അല്ല? പരിപാടി തുടങ്ങാൻ പറ്റും. കൊണ്ടുപോകും. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇവിടെ പോയി കിടന്ന് ഉറങ്ങണം. ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു. എന്ത്? ആശാനെ ഒരു മുട്ടൻ പാമ്പ് നമ്മുടെ കിരീടൊക്കെ ഇരിക്കണില്ലേ, അവിടെ ഒരു പാമ്പ്. എന്നിട്ട് നീ എന്ത് ചെയ്ത്? തല്ലിക്കൊന്ന് വലിച്ചു കടലിലെറിഞ്ഞു. കിരീടത്തിന്റെ കൂടെ ഇരുന്ന പാമ്പിനെ ഞാൻ കുഴിച്ചും കൊടുക്കും. എടാ, അത് ശിവന്റെ കഴുത്തേക്കാളുള്ള പ്ലാസ്റ്റിക് പാമ്പല്ല, അതിനെ കടലിൽ വലിച്ചെറിഞ്ഞ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരിപാടിക്ക് മുമ്പ് നീർക്കൊല്ലെങ്കിലും പിടിച്ചോണ്ട് വന്നോ. പോയിട്ടാ പോടാ. എന്താണ് ചേട്ടാ, രാവണന് 10 തലയുണ്ട്, അറിയാമോ? അതല്ല പറഞ്ഞത്. നമ്മള് ക്യാമ്പിൽ നിന്ന് രാവണന്റെ 6 തല എടുത്തോളുന്ന 4 എടുത്തില്ല. രാവണന്റെ 6 തല ഇതിലൊന്നും കൂട്ടരുത്, ഞാൻ ലൈറ്റാ. ഇപ്പൊ എന്നാ ചെയ്യും? 6 എന്റെ ഒന്ന് 7. 6 വന്ന് 7, ഇന്നെ 3 തല വേണമല്ലോ. സുഭാഷേ, ഒരു പണി. ആ ഗ്രീൻ റൂമിലുണ്ടല്ലോ, ബ്രഹ്മാവിന്റെ 3 തല ഇരിപ്പുണ്ട്. അതെടുത്ത് രാവണന്റെ തലയുടെ വിടവിന് കയറ്റി വെച്ചോ. ആര് പിന്നെ ആശാനെ, ഞാൻ പറഞ്ഞല്ലോ ഹനുമാന്റെ വേഷം സുലൈമാൻ വന്നിട്ടില്ല ഇതുവരെ. വന്നില്ലേ? വന്നിട്ടില്ല. ഒന്നുകൂടെ വിളിച്ചോ. ഞാൻ എപ്പോഴും വിളിക്കണം, എന്റെ ഫോണിൽ കാശില്ല. ഇപ്പൊ കാശല്ലേ, ചാർജ് ചെയ്യാം. സുലൈമാനെ, നീ എവിടെയാണ്?
ആശാനെ അവൻ വാലെടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ചു പോയത്. അവനോട് ഒരു വാഴവള്ളിയെങ്കിലും വെച്ച് കെട്ടിക്കൊണ്ട് വരാൻ പറയണം. എടാ സുലൈമാനെ, നീ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു വാ. പെട്ടെന്ന് വരൂ, ഇവിടെ സമയം പോയി. മരുത്തുവാമല കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ വീടിനടുത്ത അമ്പലത്തിലെ പരിപാടി, പെട്ടെന്ന് വരാൻ പറ. എടാ സുലൈമാനെ, നിന്റെ അമ്മയുടെ അതല്ല, നിന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത പരിപാടി. ആ പെട്ടെന്ന് പെട്ടെന്ന് ഓക്കെ അല്ലോ, നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? നിങ്ങൾ ഇവിടെ അമ്മക്ക് വച്ചനം വിളിച്ചിട്ട് കാര്യം എന്താ? ആ രാമന്റെ വേഷം സുഖം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അയ്യോ, അവനും വന്നില്ലേ? ഇവനൊക്കെ ഇത് എവിടെ പോകണ്ട? ഇനിയിപ്പോ നമ്മൾ ലൈറ്റിന്റെ ആളാണ്. എന്നെങ്കിലും ചെയ്യുന്നു. ഒരു വഴിയുണ്ട്. ഭക്തജനങ്ങളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് പിന്നിൽ റിപ്പോർട്ട് ചെയ്യുക. ഒരു വിഷയം അല്ല, ചെറിയൊരു വിഷയം. എന്താണ്? ആ ഗ്രീൻ റൂമിൽ നിന്നേ ഒരുത്തം ഭയങ്കര എത്തിനോട്ടോ ആശാനെ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും. നമുക്ക് കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ അവന്മാരെ പോക്കാം. എന്നാലും പോകത്തില്ല. അതെന്താ? അവൻ പോകത്തില്ല. അവൻ എന്താണ്? ഞാൻ 5000 രൂപ പലിശക്ക് എടുത്ത പാണ്ടി അവിടെ നിൽക്കുന്നത്. അത് ശരി. ഞാനിവിടെ നിന്ന് എനിക്കിട്ട് പണി കിട്ടും ആശാനെ. നീ അവിടെ നിന്നാ നിനക്കിട്ട് പണി കിട്ടും, ഇവിടെ നിന്നാ എനിക്കിട്ട് പണി കിട്ടും. നീ എന്തിനാ പേടിക്കണത്? എനിക്ക് മുടിക്കകത്ത് കയറി ഒളിച്ചിരുന്നാ പോരെ, ആരും കണ്ടുപിടിക്കില്ല. ശരിയാണ് ആശാന്റെ ഒരു ബുദ്ധി, മന്ദബുദ്ധിയാ. ആശാനെ, അതുപോലെ ഇനി ഹനുമാന്റെ വേഷം ചെയ്യുന്ന സുലൈമാൻ വന്നില്ലെങ്കിൽ ആ വേഷം ഞാനങ്ങ് ചെയ്താലോ? ഹനുമാന്റെ വേഷം ഇവിടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണമെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം, അറിയാമോ? ആശാനെ, എക്സ്പീരിയൻസിന്റെ കാര്യം പറയുന്നു. ഞങ്ങളുടെ അടുത്ത് ഓണാഘോഷ ക്ലബ്ബിൽ ഞാൻ ഹനുമാന്റെ വേഷം കിട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയില്ലേ? അതാ കുഴപ്പമായത്. നീ വേഷം കെട്ടാതിരുന്ന നിനക്ക് 1ാം സമ്മാനം കിട്ടിയേനെ. ചെയ്യണ പണി ചെയ്യണം. ഓക്കെ ആണല്ലേ? നമുക്ക് പരിപാടി തുടങ്ങാം. ബെല്ല് കൊടുത്തല്ലോ. കൊടുത്ത എന്നിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ കേൾക്കും? രാവിലെ 120 രൂപയ്ക്ക് ബെല്ല് കൊടുത്തിട്ടില്ല, എല്ലാവരും കൂടി ചായ കുടിച്ചത്. ഒരു പണിയായി, ഒന്നും നോക്കണ്ട, ഭക്തിയാനം കിട്ടും പരിപാടി. ഇതാണ് ഭക്തിയാനം. 2ാമത്തെ നമ്പറല്ലേ ഇട്ടത്? 2ആണോ 3അല്ലേ? 3 മരണം വാതിലുമായി വന്നു. ആശാനെ വാല പൊളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എടാ, ഭക്തിഗാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. നീ ആ കഥാസാരം എടുത്ത പരിപാടി തുടങ്ങാം. എടുക്കെടുക്ക് കൊണ്ട് കൊടുത്താ കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു. കഥാസാരം. പ്രിയപ്പെട്ട ശാന്തി, നാളെ 5 മണിക്ക് പാർക്കിൽ വരണം. ആരെയാ കഥാസാരം? സംഗതി മാറിപ്പോയി, പേടിക്കണ്ട. കളി കഴിയുമ്പോൾ കാണാൻ കേട്ടോ. പ്രിയമുള്ളവര്, ഒറിജിനൽ കഥാസാരം. ഹസ്തിനപുരിയിലെ തിപ്പഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി. ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേര് 5 മക്കൾ. മൂത്തവൻ അവൻ. രണ്ടാമൻ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ. ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ തേടി ലങ്കയിലേക്ക് പുറപ്പെടുന്നു. ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യൂദാസിനെ 30 വെള്ളിക്കാശ് ദൈവമേ. ഈ വിവരം ഹനുമാൻ തന്റെ ജ്യേഷ്ഠൻ രാവണനെ മൊബൈലിൽ വിളിച്ച് അറിയിച്ചു. തുടർന്ന് നടന്ന അതിഘോരമായ കലിക യുദ്ധത്തിൽ യേശു ക്രൂശിലേറ്റപ്പെട്ടു. രാജാവിനെ കുട്ടൂസൻ കുപ്പിക്കകത്താക്കുന്നു. മാക്ക അടിച്ചു വിരിഞ്ഞു. അമ്മ തിലകരെ പുറത്താക്കി. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടി കളഞ്ഞു. കമ്മിറ്റിക്കാർ ഇതുവരെ കാപ്പി എത്തിച്ചിട്ടില്ല. തുടർന്ന് കാണുക. ചതിച്ച് ഹനുമാൻ കളിക്കുന്ന സുലൈമാന് വരത്തില്ലെന്ന്. അതെന്താണ്? ആശാനല്ലേ പറഞ്ഞു അവനോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടിൽ നിന്ന് വരാൻ. അവൻ ഹനുമാന്റെ വേഷം കെട്ടി വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് പിടിച്ചാശാന് സിംഹവാലം കുരങ്ങാന്ന് പറഞ്ഞു. സുലൈമാനെ, ശശി, വാല പൊളിഞ്ഞടാ, ഓടിക്കണം. തെക്കാത്തോടല്ലേ പടിഞ്ഞോട്ടോട്. അതെന്താ ആശാനെ? ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഓടരുത്, അവിടെ കടല. എടാ, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ഞാൻ ഭേദമല്ലടാ കടലിലെ വെള്ളം കുടിച്ച് മരിക്കണത്. ആശാനെ.